ഹലോ ഗായ്സ്, ഐ ആം പോപ്പി ഫ്രം തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ഹെയർ കണ്ടാൽ മനസ്സിലാവും ഏകദേശം ചെറിയ ബ്രൗൺ ടിൻ്റൊക്കെ ഉണ്ട്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന കമ്പനിയുടെ ഒരു ഹെയർ കളറാണ്. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പ്രൊമോഷൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കൂടെ ഒരു കളറൻറ്റും ഒരു ഡെവലപ്പറും 2 കണ്ടീഷണറുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൊരു കണ്ടീഷണർ നമ്മൾ ഹെയർ കളർ ചെയ്ത് വിതിൻ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നത്തെ 2 വീക്സിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നോക്കുകയാണ്. കണ്ടോ, എൻ്റെ ഹെയർ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, തെല്ലത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. ഞാൻ ഏകദേശം എൻ്റെ ആ ഒരു കളറായിട്ട് സ്യൂട്ട് ചെയ്ത് പോകുന്ന ഹെയർ കളർ തന്നെയാണ് മേടിച്ചേക്കുന്നത്. നമ്മുടെ ഷെയ്ഡിൻ്റെ കളർ വന്നിട്ട് ഹേസൽ ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇവർ ഇതിൽ പറയുന്നത് ഒരു 15 to 20 വാഷസിലൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം എൻ്റെ ഹെയറിൽ ചെട മൊത്തം കളയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പാർട്ടീഷൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ഓരോ ഭാഗത്തും 6 പാർട്ടീഷൻസ് വഴി അങ്ങനെ 3 പാർട്ടീഷൻസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഹെയർ ഒന്ന് ചെട കളയുന്നത്. പക്ഷേ എൻ്റെ മുടി ഏകദേശം ഒരു സ്ട്രെയിറ്റ് ആൻഡ് വേവി ടൈപ്പ് ആയതുകൊണ്ട് അധികം ചെടയില്ല, എനിക്കധികം കളയാനുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളൊന്ന് ഹെയർ നല്ലോണം കോംബ് ചെയ്ത് എല്ലാ ചെട ഒന്ന് കളയണം ഫോർ ഈസി മാനിപ്പുലേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു അപ്ലിക്കേറ്റർ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഗ്ലൗസും ഉണ്ട്. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് ആദ്യമായിട്ടൊക്കെ ഹെയർ കളർ ചെയ്യുന്നവർക്ക് നമുക്ക് മുഖത്തിന് ഇത് ഭംഗിയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ പൈസ ലാഭം. അപ്പോൾ അതിനായിട്ടൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ബൗളിലേക്കാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് കളറൻറ്റും പിന്നെ കുറച്ച് ഡെവലപ്പറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്ലൗസ് ഇട്ടു. എന്നിട്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ പാർട്ടിലും ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഹെയറിലും തേച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് ഹെയർ ആയതുകൊണ്ട് എത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രം ബോട്ടം ടു ടിപ്പാണ് ഞാൻ തേക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ തേക്കാനായിട്ട്. ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തേക്കുമായിട്ട്. പിന്നെ കാണുമ്പോൾ എന്നെ കണ്ടാൽ എന്തെങ്കിലും ലുക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വല്ല സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. നിങ്ങളും എൻ്റെ ഒപ്പം ഒന്ന് ട്രൈ ചെയ്യൂ. യെസ്. അപ്പോൾ ഗൈസ്, ആൻഡ് ഫൈനലി ഞാനിത് ഒരു 60 മിനിറ്റാണ് ഇവർ വയ്ക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. 60 മിനിറ്റ്സാണ് നമുക്കിത് വയ്ക്കേണ്ടത്. 60 മിനിറ്റിന് ശേഷം കാണാം. അപ്പം ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ദേ ഗൈസ്, ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഹെയർ ഇരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതോ ബിഫോർ വേഴ്സസ് ബിഫോർ ആയോ എന്നൊക്കെ നിങ്ങൾ നോക്ക്. എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെയാണ് ലഭിച്ചേക്കുന്നത്. കാരണം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ബ്രൗണിൻ്റെ അതേ ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഇതേപോലെ ബാക്ക് വ്യൂവും കൂടെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് വെയിലത്തും കൂടെ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടെ കാണാൻ പറ്റാന്ന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.